നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. രണ്ട് രാജ്യങ്ങളും പല കാര്യങ്ങളിലും ഭിന്ന അഭിപ്രായമുള്ളവർ. എന്നാൽ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള രണ്ട് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചാൽ അത് പല ലോക രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് അമേരിക്ക. പറഞ്ഞു വരുന്ന ആ രണ്ട് രാജ്യങ്ങൾ മറ്റാരുമല്ല, ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയും ചൈനയും ഒന്നിക്കുക എന്ന് പറയുന്നത് തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ എങ്ങാനും അവർ ഒന്നിച്ചാൽ ഈ ലോകം ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്നതിലും സംശയമില്ല. ഒടുവിൽ ആ പ്രഖ്യാപനം വരികയാണ്. ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്നു, അതും ചന്ദ്രനിൽ. ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കാൻ റഷ്യയ്ക്കൊപ്പം തന്നെ കൈകോർത്ത് ഇന്ത്യയും ചൈനയും വരികയാണ്. റഷ്യൻ ആണവോർജ കോർപ്പറേഷനായ റോസ്തോം മേധാവി അലക്സി ലിഖാചേവാണ് ഇന്ത്യയുടെയും ചൈനയുടെയും താൽപര്യത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. റഷ്യയിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മാധ്യമ ഏജൻസി ടാക്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2021 റഷ്യയും ചൈനയും ചേർന്ന് ചന്ദ്രനിൽ ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ ILRS എന്ന പേരിൽ ഒരു സംയുക്ത കേന്ദ്രം നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത്. 2035 2045 ഇടയിൽ ഘട്ടം ഘട്ടമായി കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി. ഗഗൻയാൻ ദൌത്യത്തിലെ ശുഭ്മാൻ ശുക്ലയെ അമേരിക്കയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് റഷ്യയോടും ചൈനയോടും ഒപ്പം ചേർന്നുള്ള ചാന്ദ്ര ദൌത്യം പ്രഖ്യാപിച്ചത്. ബഹിരാകാശ ദൌത്യങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് നിലവിലെ കൈകോർക്കലിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2040 ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുവാനും ബഹിരാകാശ നിലയം സ്ഥാപിക്കുവാനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ബഹിരാകാശ നിലയത്തിന്റെ ആദ്യഘട്ടം 2028 നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ISROയുടെ ചെയർമാൻ S സോമനാഥൻ ജൂണിൽ പറഞ്ഞിരുന്നു. റഷ്യയെ കൂടാതെ തന്നെ അമേരിക്കയും ചന്ദ്രനിൽ ആണവോർജം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ചന്ദ്രൻ വാസയോഗ്യമാകുന്നതിന് ആണവ റിയാക്ടറുകളുടെ സാധ്യത നാസ വർഷങ്ങളായി തന്നെ പരിശോധിച്ച് വരികയുമാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.